നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു ലിമിറ്റ് കമ്പാരിസണും റേഷ്യോ ടെസ്റ്റ്. മൂന്നാമത്തെ ആളാണ് റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് കമ്പാരിസൺ പോളിനോമിയൽ വരുമ്പോൾ യൂസ് ചെയ്യും, റേഷ്യോ ടെസ്റ്റ് ഫാക്ടോറിയൽ വരുമ്പോൾ യൂസ് ചെയ്യും, റൂട്ട് ടെസ്റ്റ് എപ്പോൾ യൂസ് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് പവർ ഇൻ ടേംസ് ഓഫ് കെയിലാണ് വരണമെന്ന് വെച്ചോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ റൈസ് ടു കെ സ്ക്വയർ, കെ റൈസ് ടു 3/2 ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് ടെസ്റ്റിനകത്ത് നിന്ന് നമുക്ക് ഷുവറായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് മൂന്നെണ്ണം അപ്ലൈ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ മിക്കവാറും കാണും. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെസ്റ്റ് റൂട്ട് ടെസ്റ്റാണ്. നമ്മളപ്പോൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? ജോമെട്രിക് സീരീസ് എന്താണെന്ന് പഠിച്ചു, പി ടെസ്റ്റ് പഠിച്ചു, പാർഷ്യൽസം യൂസ് ചെയ്ത് കൺവെർജൻസ് ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു, പിന്നെ എന്തായിരുന്നു കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ, റേഷ്യോ ടെസ്റ്റ്. ഇത്രയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അതിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ക്വസ്റ്റിനകത്ത് പോളിനോമിയൽ വരുമ്പോൾ മാത്രമാണോ? പോളിനോമിയൽ വരുമ്പോഴും അതും ഡിനോമിനേറ്റർ പോളിനോമിയൽ ഗ്രേറ്റർ ആയിരിക്കണം, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് തന്നെ കുറഞ്ഞിരിക്കണം. അങ്ങനത്തെ കേസിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യും. റേഷ്യോ ടെസ്റ്റ് ഫാക്ടോറിയൽ വന്നാൽ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യും. റൂട്ടിൽ ഞാൻ എന്താ പറയുവാണ്, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ റൈസ് ടു പവർ കെ ഉണ്ട്, അല്ലെങ്കിൽ പവർ റൈസ് ടു കെ സ്ക്വയർ, കെ അങ്ങനെ കെ ക്യൂബ്, അങ്ങനെ ഒരു പവറുള്ള പ്രോബ്ലത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം UK എന്ന് പറയുന്ന ഒരു സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ, നമ്മൾ റേഷ്യോ ടെസ്റ്റ് പറയുന്ന പോലെ തന്നെ UK എന്ന് പറയുന്ന ഒരു സീരീസാണ് വിത്ത് പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ UK + 1 ഒന്നും ഇവിടെ കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിലേക്ക് പോകാം. റോ എന്ന് പറയുന്നത് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK ദ ഹോൾ റൈസ് ടു 1/k എന്നാണ്. ഇഫ് റോ ലെസ് ദാൻ 1, റോ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവെർജസ്. റോ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവെർജസ് ആണ്. ഇഫ് റോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവർജസ് ആണ്. ആൻഡ് ഇഫ് റോ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ് ആണ്. അപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ ചാപ്റ്ററിനകത്ത് കുറേ ഫോർമുല ഉണ്ടല്ലേ നമുക്ക് പഠിക്കാനായിട്ട്, റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ട്ലി എല്ലാ ഫോർമുലയും നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിരുന്നാൽ മാത്രം, എന്നിട്ട് ഇത് ഓരോന്നും എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്ത് മെത്തേഡൊന്നും ചോദിക്കത്തില്ല, എപ്പോഴാണ് പാർഷ്യൽ സം വരുന്നത്, നമ്മൾ ഇങ്ങനെയാണ് ഓപ്റ്റ് ചെയ്യണം. ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളില്ലേ, ഇതെല്ലാം നോട്ടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം. ഇപ്പം ഞാനിത് നോട്ടെന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞാലും ഞാൻ ഈ പഠിപ്പിക്കുന്ന ഫ്ലോയിൽ പറയുന്ന പല പോയിൻറ്റ്സും അതിനകത്ത് വിട്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുമ്പം കിട്ടുന്ന കുറേ പോയിൻറ്റ്സ്, ഐഡിയാസ് കാണുമല്ലോ, അതെല്ലാം നിങ്ങളിങ്ങനെ ഫ്രണ്ടിൽ നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെച്ചേക്കണം. എന്നിട്ട് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ ഫോർമുലാസ് ഉണ്ട്, ഓരോ പ്രോബ്ലം വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഏറ്റവും അവസാനം ഇനി ഫോർമുല എല്ലാം എഴുതി തന്നാലും ചില കാര്യങ്ങൾ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും എനിക്കെല്ലാം ഓർമ്മ വരത്തില്ലല്ലോ, ഞാൻ അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പറഞ്ഞിരിക്കത്തില്ല. അപ്പം നിങ്ങൾ അതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് പോകാൻ നോക്കണേ. ഓക്കെ, അപ്പം ഞാൻ റൂട്ട് ടെസ്റ്റിൻ്റെ ഫോർമുല എഴുതി വെച്ചു. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം. റൂട്ട് ടെസ്റ്റ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ദ ഫോളോയിങ് സീരീസ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും എഴുതുന്നില്ല, ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ദ ഫോളോയിങ് സീരീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനങ്ങ് പറയുവാണ്. സമ്മേഷൻ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി 4k - 5/2k + 1 the whole raised to k. അപ്പം ഈ പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? പോളിനോമിയലാണെന്ന് തോന്നും. പോളിനോമിയലാണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. പക്ഷേ റൈസ് ടു കെ കിടക്കുന്നുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു റൈസ് ടു എന്തെങ്കിലും ഒരു പവർ ഉണ്ടെങ്കിൽ നമുക്കിന് എന്ത് ചെയ്യാം? റൈസ് ടു കെ സ്ക്വയർ ഇൻ ടേംസ് ഓഫ് കെയിലെ പവർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്നത് എന്തായാലും പോസിറ്റീവ് ടേം മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ മൈനസിൻ്റെ ഒരു സിമ്പലും വരുന്നില്ല, വെറും പോസിറ്റീവ് ടേം മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഈ തന്നിരിക്കുന്ന ആളെ UK എന്ന് പറഞ്ഞെടുത്ത് എഴുതാണ്. UK ഈസ് ഈക്വൽ ടു summation k equal to 2 to infinity 4k - 5/2k + 1 the whole raised to k എന്ന് എഴുതി. therefore by root ടെസ്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ, റൂട്ട് ടെസ്റ്റിൻ്റെ ഫോർമുല എന്താ? റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK the whole raised to 1/k. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്യാൻ ഇതിങ്ങനെ വരും. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്ത് 4k - 5/2k + 1 the whole raised to k the whole raised to 1/k. നമുക്കറിയാം a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to m into n. അപ്പോൾ 4k - 5/2k + 1 the whole raised to k the whole raised to 1/k എന്ന് പറഞ്ഞാൽ k into 1/k. kയും kയും ക്യാൻസലായി പോകുമ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? this is equal to limit k tends to infinity 4k - 5/2k + 1 ആവും. kയും ക്യാൻസലായി പോവും. ഓക്കെ, ഇനി നോക്കിക്കേ, കേക്ക് ഇൻഫിനിറ്റി എടുക്കുവാണെങ്കിൽ നമ്മൾ ഇതുവരെ പ്രോബ്ലം ചെയ്തപ്പോൾ വന്ന പോലെ ഇൻഫിനിറ്റി വന്നു. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? പോളിനോമിയലാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രി ടേമിനെ അങ്ങ് പുറത്തേക്ക് എടുക്കണം. സോ ഇത് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി
കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് 4 മൈനസ് 5/k ബൈ ഡിനോമിനേറ്ററിനകത്ത് നിന്ന് കെ പുറത്തേക്ക് എടുക്കുമ്പം 2 പ്ലസ് 1/k എന്ന് വന്നു. കെയും കെയും അങ്ങ് ക്യാൻസലായിപ്പോയി. ഇനി കെക്ക് ഇൻഫിനിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 5/infinity ബൈ 2 പ്ലസ് 1/infinity എന്ന് പറഞ്ഞു. 5/infinity എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. 1/infinity എന്ന് പറഞ്ഞാൽ എന്താ? 0. 4/2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുകയാണ്? 2 കിട്ടുകയാണ്. സോ റോ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? റോ ഗ്രേറ്റർ ദാൻ 1 ആണ് ആൻഡ് ദ സീരീസ് ഡൈവർജസ്. റോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് എന്താവും? ഡൈവർജസ് ആവും. Therefore the given series summation k equal to 2 to infinity 4k minus 5/2k plus 1 the whole raised to k diverges. Okay, answer complete. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity k by k plus 1 the whole raised to k square. യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. k by k plus 1 the whole raised to k square എന്ന് പറയുന്നത് എന്തായാലും പവർ ഇൻ ടേംസ് ഓഫ് കെയിലാണ്. നമ്മൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ആളെ യു കെ എന്ന് പറഞ്ഞെടുത്തത്. യു കെ ഈസ് ഈക്വൽ ടു k by k plus 1 the whole raised to k square എന്ന് പറഞ്ഞെടുത്തത്. ഓക്കെ, ബൈ റൂട്ട് ടെസ്റ്റ് റോ എന്ന് പറയുന്നത് എന്താണ്? റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ദ ഹോൾ റൈസ് ടു 1/k. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറയുന്നത് എന്താണ്? കെ ബൈ k plus 1 the whole raised to k square the whole raised to 1/k. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു a raised to m the whole raised to n എന്താണെന്ന് പറഞ്ഞു? a raised to m into n. അപ്പോൾ k square into 1/k എന്ന് പറഞ്ഞാൽ അത് k ആയി മാറും. ഒരു kയും ഒരു kയും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി ഇവിടെ k ഉണ്ട്. സോ ദിസ് ഈക്വൽ ടു എന്താ വേണം? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി k ബൈ k plus 1 the whole raised to k എന്ന് പറഞ്ഞു. ഇത് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ നമ്മുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ റിസൾട്ട് ഇല്ല. പക്ഷെ നമുക്കറിയാം ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിനകത്ത് കുറേ 2-3 പ്രോബ്ലം ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. ഏത് റിസൾട്ടാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1/x the whole raised to x is equal to e എന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാറില്ലേ? ആ റിസൾട്ട് പോലെ k plus 1/k കിടക്കുന്നു. ഈ kനെ റെസിപ്രോക്കൽ എടുക്കുവാണെങ്കിൽ ദിസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഇയാളെങ്ങനെ എഴുതിക്കൂടെ? k raised to k by k plus 1 the whole raised to k എന്ന് എഴുതാമല്ലോ. ആ k raised to k താഴെ കൊണ്ടുവരുവാണെങ്കിൽ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഇങ്ങനെ ആകത്തില്ലേ? k plus 1/k the whole raised to k എന്ന്. ഓക്കെ, ആ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1/k by k എന്ന് പറഞ്ഞാൽ 1 ആണ് പ്ലസ് 1/k the whole raised to k. 1 plus 1/x the whole raised to x എന്ന് പറഞ്ഞാൽ അതെന്താണ്? e ആണ്. സോ ദിസ് ഈക്വൽ ടു 1/e. e എന്ന് പറഞ്ഞാൽ എന്താ? 2.71 ആണ്. സോ 1/2.71 എന്ന് പറയുമ്പോഴേക്കും 0.36 സംതിങ് ആണ് വരുന്നത്. Therefore റോ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 തന്നെ കിട്ടി. സിൻസ് റോ ലെസ് ദാൻ 1 ദ സീരീസ് കൺവെർജസ്. എന്നിട്ടുള്ള സീരീസ് എന്തുവാണ്? കൺവെർജസ് ആണ്. അപ്പം റോ ലെസ് ദാൻ 1 ദ സീരീസ് കൺവെർജസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തുവായിരുന്നു? സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity k by k plus 1 the whole raised to k square converges എന്ന് കിട്ടി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതേപോലെ ഈ റിസൾട്ടായിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity 1/log of k plus 1 the whole raised to k. ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഹോൾ റൈസ് ടു കെ കാണുമ്പോൾ പവർ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് വിചാരിക്കുക? അത് റൂട്ട് ടെസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. റൂട്ട് ടെസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ യു കെ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതും. ദറ്റ് ഈസ് 1/log of k plus 1 the whole raised to kനെ നമ്മൾ എന്ത് ചെയ്തു? യു കെ എന്ന് പറഞ്ഞെടുത്തു. അടുത്ത് ബൈ റൂട്ട് ടെസ്റ്റ്. റൂട്ട് ടെസ്റ്റിൻ്റെ ഫോമുല എന്തുവാണ്? റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഫോമുല എന്ന് പറഞ്ഞാൽ റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ദ ഹോൾ റൈസ് ടു 1/k ആണ് അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറഞ്ഞാൽ 1/log of k plus 1 the whole raised to k the whole raised to 1/k.
നമുക്കറിയാം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ കെ ഇൻറ്റു 1/k എന്ന് പറയുമ്പോൾ രണ്ടും ക്യാൻസലായി പോകും. ബാക്കി എന്തേ ഉള്ളൂ, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/log ഓഫ് കെ പ്ലസ് 1 എന്ന് വന്നു. ലോഗ് ഓഫ് കെ പ്ലസ് 1 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നറിയോ, ഈ ലോഗ് ഓഫ് കെ പ്ലസ് 1 കെന് ഞാൻ അതിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുവാണ്. അപ്പം അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ടേമിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇപ്പം കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുവാണെങ്കിലേ ലോഗ് ഇൻഫിനിറ്റി എന്ന് പറയും. ലോഗ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1/0 എനിക്ക് ഇൻഫിനിറ്റി ആയി. നമുക്കൊന്നും ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ദിസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/log ഓഫ്, ഞാൻ ഇതിനകത്ത് നിന്ന് കെ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് 1 + 1/k എന്ന് വന്നു. എനിക്കൊരു റിസൾട്ട് ഉണ്ട്. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞിട്ടൊരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ റിസൾട്ട് ഞാനിവിടെ യൂസ് ചെയ്യണമെങ്കിൽ ലോഗ് കെ ഇൻറ്റു 1 + k, അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ള രീതിയിൽ എനിക്ക് ഫോർമുല യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/log k plus log of 1 + 1/k. Okay, that is equal to 1/infinity എന്ന് വന്നു, which is equal to 0. ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റോ എന്ന് പറയുന്ന 0 ആണ്. അപ്പോൾ റോ ലെസ് ദാൻ 1 ആണ്. therefore the series converges using root test. നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന സീരീസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity 1/log ഓഫ് കെ പ്ലസ് 1 ദ ഹോൾ റൈസ് ടു കെ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി നമുക്ക്, കൺവെർജസ് ആണ് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം ലോഗ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ലോഗ് 1 is equal to 0 ആണ്. ലോഗ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, അപ്പോൾ 1/infinity വന്നുകൊണ്ടാണ് ഇത് 0 ആയിപ്പോയത്. അപ്പം ശരിക്കും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ കേക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ലോഗ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തുവാണ്, ലോഗ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ 1/infinity = 0 എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് എഴുതിയാലും മതിയായിരുന്നു. ഞാൻ അന്നേരം ഓർത്തില്ല, ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ വെച്ച് തന്നെ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് റോ ഈക്വൽ ടു 0, റോ ലെസ് ദാൻ 1, therefore the series converges എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity k/100 the whole raised to k. അപ്പോൾ the whole raised to k ഉള്ളതുകൊണ്ട് നമ്മൾ ഈ തന്നിട്ടുള്ള ആളെ യു കെ എന്ന് എടുത്തു. യു കെ ഈസ് ഈക്വൽ ടു k/100 the whole raised to k. നമുക്ക് ബൈ റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ the whole raised to 1/k. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറയുന്നത് k/100 the whole raised to k the whole raised to 1/k. അപ്പോൾ ഈ കെയും ക്യാൻസലായിപ്പോയി, k/100 എന്ന് വന്നു. ഇവിടെ ഇപ്പോൾ കേക്ക് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റി/100 is equal to ഇൻഫിനിറ്റി എന്ന് കിട്ടുകയാണ്. റോ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore the series എന്തുവാണ്, ഡൈവർജസ് ആണ്. ഈ തന്നിട്ടുള്ള സീരീസ് എന്താണെന്ന് നമുക്ക് കിട്ടി, ഡൈവർജസ് എന്ന് കിട്ടി. therefore summation k ഈക്വൽ ടു 1 to infinity k/100 the whole raised to k diverges. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ കൺവെർജൻ്റ് മാത്രം എക്സാമ്പിൾ കിട്ടാറുള്ളൂ. ഇതിപ്പോൾ ഇത് ഡൈവർജൻ്റെ ഒരു എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity 1/log k the whole raised to k. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലത്തെ പ്രോബ്ലം തന്നെ. റൈസ് ടു കെ ഉള്ളതുകൊണ്ട് ഇയാളെ ഞാൻ യു കെ എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് യു കെ എന്ന് പറഞ്ഞാൽ എന്താ, 1/log k the whole raised to k. റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ the whole raised to 1/k. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലം നിങ്ങളെ ഫ്രണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെയുടെ സ്ഥാനത്ത് 1/log k the whole raised to k the whole raised to 1/k എന്ന് വരും. കെ ക്യാൻസൽ ആകുമ്പോൾ 1/log k. കേക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പം 1/infinity എന്ന് പറഞ്ഞാൽ എന്താ, 0. റോ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, അത് ലെസ് ദാൻ 1 ആണ്. therefore the series converges. ആ സീരീസ് എന്ത് ചെയ്യാണ്, കൺവെർജസ് യൂസിങ് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്ത് സീരീസ് കൺവെർജസ് ആയി. അത് തന്നിരുന്ന ആൾ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity 1/log k the whole raised to k കൺവെർജസ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമ്മേഷൻ k equal to 1 to infinity 1 plus 1 by root k the whole raised to minus k cube by 2 മൈനസ് കെ ക്യൂബ്. എന്തായാലും കെയുടെ ടേം ഉണ്ട്, റൈസ് ടു കെ സ്ക്വയർ കെ ക്യൂബ് എന്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, റൂട്ട് ടെസ്റ്റ് എടുക്കാൻ പറ്റും. സോ ഞാൻ ഇയാളെ യു കെ എന്ന് എടുക്കുകയാണ്. യു കെ ഈസ് ഈക്വൽ ടു 1 plus 1 by root k 1 plus 1 by root k the whole raised to മൈനസ് കെ റൈസ് ടു 3/2 എന്ന് എടുത്തു. നമുക്ക് എന്താ വേണ്ടത്, ബൈ റൂട്ട് ടെസ്റ്റ് റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ദ ഹോൾ റൈസ് ടു 1/k ആണ്. അപ്പോൾ അതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറയുന്നത് 1 plus 1 by root k ദ ഹോൾ റൈസ് ടു മൈനസ് കെ റൈസ് ടു 3/2 ദ ഹോൾ റൈസ് ടു കെ എന്ന് വരും. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എ റൈസ് ടു എം ഇൻറ്റു എൻ ആണെങ്കിൽ ഇവിടുത്തെ കെ റൈസ് ടു 3/2 മൈനസ് കെ എന്നുള്ളത് ഇവിടെ കിടന്നോട്ടെ. കെ റൈസ് ടു 3/2 ദ ഹോൾ റൈസ് ടു കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഈ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അതായത് കെ റൈസ് ടു 3/2 എന്ന് പറയുമ്പോൾ ദ ഹോൾ റൈസ് ടു 1/k എന്നാണ് വരേണ്ടത് അല്ലേ. 1/k എന്ന് പറയുമ്പം ശരിക്കും ഇതിൻ്റെ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, 3/2 മൈനസ് 1 എന്നല്ലേ വരേണ്ടത്. അതായത് 1/k എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറയുന്നത്, കെ റൈസ് ടു 3/2 ഇൻറ്റു കെ റൈസ് ടു -1 എന്നാണ് അതിൻ്റെ മീനിങ്. ഈ പവർ 1/k മീനിങ് ആ പവറിൻ്റെ കാര്യം മാത്രമേ പറയണം. അപ്പോൾ അതായത് 3/2 ഇൻറ്റു -1 എന്ന് വരിക. 3/2 പ്ലസ് -1 എന്നാണ് വരിക. അങ്ങനെ -1 എന്ന് വരുമ്പോഴേക്കും ഇതെന്താ, 3/2 -1 എന്ന് പറഞ്ഞാൽ അത് 1/2 ആവുകയാണ്. അതായത് ഇതെന്തായി മാറുകയാണ്, കെ റൈസ് ടു ദിസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ മാറും, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1 by root k the whole raised to ഈ മൈനസ് സൈൻ എവിടെയുണ്ട്, കെ റൈസ് ടു 1/2 എന്നായി മാറും. അതായത് റൂട്ട് കെ എന്നായി മാറും. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് കേൾക്കാം, ഇവിടെ മൈനസ് കെ റൈസ് ടു 3/2 ഇതിൻ്റെ പവർ ദ ഹോൾ റൈസ് ടു 1/k ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഹോൾ റൈസ് ടു എന്താണോ വരുന്നത്, എ റൈസ് ടു എം ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ, ഈ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ, അതായത് 3/2 ഇൻറ്റു കെ റൈസ് ടു 3/2 ഇൻറ്റു 1/k എന്ന് വരും. കെ റൈസ് ടു 3/2 ഇൻറ്റു 1/k എന്ന പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ പവർ റൈസ് ടു 1/k എന്ന് പറഞ്ഞാൽ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു 1/k ദാറ്റ് ഈസ് അതെങ്ങനെ മാറും, കെ റൈസ് ടു 3/2 ഇങ്ങനെ ആലോചിച്ചത്. ഈ പവർ എന്ന് പറയുന്നത് കെ റൈസ് ടു 3/2 ഇൻറ്റു കെ റൈസ് ടു -1 ഇതങ്ങ് വിട്ടേക്ക്. ഈ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ കെ റൈസ് ടു 3/2 ഇൻറ്റു 1/k ഞാൻ കെ റൈസ് ടു -1 എന്ന് എഴുതുന്നു വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ രണ്ടുപേരും ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് എ റൈസ് ടു എം ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞു, എം റൈസ് ടു എൻ വരുമ്പോൾ അതാണ് കെ റൈസ് ടു 3/2 റൈസ് ടു 1/k എന്ന് വന്നാൽ കെ റൈസ് ടു 3/2 ഇൻറ്റു കെ റൈസ് ടു -1. ഓക്കെ, ഇനി ആ 3/2 -1 വരുമ്പോൾ നമ്മുടെ പഴയ ഫോമുല എക്സ് റൈസ് ടു എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് എഴുതത്തില്ലേ, ആ ഫോമുല യൂസ് ചെയ്യുമ്പോൾ അതുപോലെ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 3/2 -1 അതാണ് കെ റൈസ് ടു 1/2 ആവണം. ഞാനിവിടെ പറഞ്ഞൊന്ന് കൊളാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ പവറുകൾ മൾട്ടിപ്ലൈ ചെയ്തത്. എന്നിട്ട് എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്ത് എക്സ് റൈസ് ടു എം പ്ലസ് എന്ന്, അങ്ങനെയാണ് കെ റൈസ് ടു 1/2 എന്ന് പറഞ്ഞത്. ഈ കെയുടെ ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ ഉണ്ടായതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇപ്പോഴും അങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ നെഗറ്റീവ് സൈൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാം, ദിസ് ഇസ് ഈക്വൽ ടു അതായത് എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/x അല്ലേ. അപ്പോൾ അതനുസരിച്ച് ഇയാളെ വേണമെങ്കിൽ നമുക്ക് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് 1/√k ദ ഹോൾ റൈസ് ടു ഈ കെ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √k തന്നെ. അപ്പോൾ ദ ഹോൾ റൈസ് ടു √k എന്ന് എഴുതി. നമ്മുടെ ഫോമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1/x the whole raised to x എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇവിടെ എക്സ് എന്നുള്ളതിന് വരെ √k. അപ്പോൾ √k the whole raised to √k എന്ന് പറഞ്ഞാൽ ഇത് എന്ത് തന്നെയാണ്, റോ ഈക്വൽ ടു 1/e എന്നാണ് കിട്ടുന്നത്. 1/e ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. therefore the series converges. ഇത് കൊള്ളാൻ കേട്ടോ, നല്ലൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ടെസ്റ്റിൻ്റെ പുറകെ കണ്ടൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ വെറുതെ എടുത്തിപ്പോൾ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് കൺഫ്യൂഷൻ ആവാണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ 1/e വരുന്ന രീതിയിൽ നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity k cube by 3 raised to k.
ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്തായാലും പറ്റത്തില്ല. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എടുക്കാൻ ന്യൂമറേറ്ററിന് കെ ക്യൂബും ഡിനോമിനേറ്ററിന് 3 ഇതുപോലെ തന്നെ എടുക്കണം. അപ്പോൾ പിന്നെ അടുത്ത് റേഷ്യോ ടെസ്റ്റ് ആണെങ്കിൽ ഇവിടെ പറ്റും. k+1 റേഷ്യോ ടെസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ഇവിടെ എന്താണ് റൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ റൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞു ചെയ്യുന്നതുകൊണ്ട് ഈ പ്രോബ്ലം എങ്ങനെ റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരുന്നത്. ഒരിക്കലും ഇയാളെ നമ്മൾ എന്തെടുക്കും UK എന്ന് എടുക്കും. ഇതല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്തിലെടുക്കാമായിരുന്നു, വേണമെങ്കിൽ നമുക്കിത് റേഷ്യോ ടെസ്റ്റിലെടുത്ത് ചെയ്ത് നോക്കാമായിരുന്നു. ആൻസർ കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. റേഷ്യോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നമ്മൾ ആദ്യം ആലോചിക്കത്തുള്ളൂ. റേഷ്യോ ടെസ്റ്റ് പറ്റിയില്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ യൂസിങ് റൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ റൂട്ട് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ UK = k³ / 3 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത് എന്താ റോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് k →∞ UK ⁴ 1/k. that is equal to limit k →∞ UK എന്ന് പറഞ്ഞാൽ k³ / 3k ⁴ 1/k. that is equal to limit k →∞ 3k ⁴ 1/k വരുമ്പോഴേക്കും kയും kയും പോയിട്ട് അത് 3 മാത്രമാവും. സോ അത് 1/3 ആവും. k⁴3/k എന്ന് വരും ⁴/3. k⁴3/k ⁴/3. this is equal to 1/3 into limit k →∞ k⁴3/k. ഇപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ഇതിന് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഇതെന്താ ശരിക്കും പറഞ്ഞാൽ ∞ എന്നാണ് പറയുന്നത്. ∞ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ്. അത് നമുക്ക് എൻ്റെ ആൻസർ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ഇനി സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റില്ലേ ഇയാളെ മാത്രം ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ലെറ്റ് y = എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് വെച്ചു. ലെറ്റ് y = ലിമിറ്റ് k →∞ k⁴3/k എന്നെടുത്തു. എനിക്ക് ഈ പവർ ഈ 3/k എന്നുള്ളത് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിമിറ്റ് നേരത്തെ +2 പഠിച്ചിട്ടുണ്ടെന്നുള്ള രീതി ഞാൻ പറയുവാണ്. ഇങ്ങനെ എടുത്ത് എഴുതി. ഈ k⁴3/k എനിക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ y എന്ന് പറഞ്ഞ് എടുത്ത് എഴുതിയത്. രണ്ട് സൈഡും ഞാൻ ലോഗ് കൊടുക്കുകയാണ്. അപ്പോൾ ലോഗ് y = ലിമിറ്റ് k →∞ log of k⁴3/k. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. log x⁴a എന്ന് പറഞ്ഞാൽ പവറിനെ ഫ്രണ്ടിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. a log x എന്ന് എഴുതാം. അതായത് log x² എന്ന് പറഞ്ഞാൽ 2 log x എന്നാണ്. അപ്പോൾ ഇവിടെ log k⁴3/k നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് k →∞ 3/k log k എന്ന് എഴുതാം. 3/k log k എന്ന് എഴുതി ഞാൻ. ഓക്കെ, ഇനി നോക്കിക്കോ കുഞ്ഞുങ്ങളെ, ഈ 3നെ നമുക്കങ്ങ് പുറത്തേക്ക് എടുക്കാം. 3നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ഇൻറ്റു ലിമിറ്റ് k →∞ log k/k. ഇപ്പോഴെങ്ങാനും ഞാൻ kക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ log ∞ആണ്, k എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ∞/∞. അപ്പോൾ പോളിനോമിയൽ ആണെങ്കിൽ എനിക്ക് ഹയസ്റ്റ് ഡിഗ്രി ടേം പുറത്തേക്ക് എടുക്കാം. ഇത് പക്ഷേ പോളിനോമിയൽ അല്ല, log k എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനെയാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്നാണ് പറയുന്നത്. LH റൂൾ, എൽ ഹോസ്പിറ്റൽ റൂൾ. അതെന്താന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ∞/∞ എന്നൊക്കെ വന്ന് അൺഡിഫൈൻഡ് ഫോം വരികയാണ്. നമുക്ക് പോളിനോമിയൽ അല്ല പുറത്തെടുക്കാനും പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ആളെ പറയുന്ന പേര് എൽ ഹോസ്പിറ്റൽ റൂളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ലിമിറ്റ് k →∞ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലോഗ് കെയുടെ അതായത് പ്രോഡക്റ്റ് റൂളോ ക്വസ്റ്റൻ റൂളൊന്നും അല്ല. ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ന്യൂമറേറ്ററിൻ്റെ ലോഗ് കെയുടെ ഡെറിവേറ്റീവ് എന്താ കുഞ്ഞുങ്ങളെ? 1/k. ⁴/kയുടെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ ഇപ്പോൾ എന്താ കിട്ടിയത്? 3 ഇൻറ്റു ലിമിറ്റ് k →∞ 1/k എന്ന് കിട്ടി. 1/∞ എന്താ? 0 അല്ലേ? അപ്പോൾ kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? ലോഗ് y = 1 0. അതായത് ഞാൻ ഇയാൾക്ക് പകരം കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ് y. അപ്പോൾ ആ ലോഗ് y ആണ് എനിക്ക് 0 എന്ന് കിട്ടിയത്. എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇതിൻ്റെ ആൻസർ അല്ലേ വേണ്ടേ? ഇയാളുടെ ആൻസർ കണ്ടുപിടിക്കാൻ ലോഗ് വൈക്ക് ഈ 0 ഇവിടെ കൊണ്ട് കൊടുത്താൽ പറ്റുമോ? അപ്പോൾ ലോഗ് y = 0. അതായത് ഇതിനെ ഞാനിപ്പോൾ 1/3 ഇൻറ്റു y എന്ന് എഴുതിയിട്ടാണ് ബാക്കി ഈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഗ് y 0 എന്ന് പറഞ്ഞാൽ ലോഗ് പോകാനായിട്ട് e⁻log x എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ e⁻log x എന്ന് പറയുമ്പോഴേക്കും e⁻log x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ എനിക്ക് y = എന്തെന്നാണ് വേണ്ടത്? എനിക്ക് log y അല്ല വേണ്ടത്. വൈയുടെ ആൻസറാണിത് ലിമിറ്റ്. അപ്പോൾ എനിക്ക് log y അല്ല വേണ്ട, വൈയുടെ ആൻസറാണ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുക്കുകയാണ്. സോ e⁻log y = e⁻0. e⁻log y നെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻log y എന്ന് പറഞ്ഞാൽ y ആണ്, e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് തെറ്റിച്ച് കളയരുത്.
അത് നമ്മൾ ഈ ലോഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓർത്താൽ പോലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ 0 എന്ന് കിട്ടുമ്പോൾ നമ്മൾ ഇയാളെ കൊണ്ട് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തെറ്റും. കാരണം ഇത് ലോഗ് വൈയുടെ ആൻസറാണ് എനിക്ക് 0 എന്ന് കിട്ടിയത്. എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യം y ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വൈയിലേക്ക് ആക്കിയാൽ പറ്റത്തുള്ളൂ. ഇറേസ് ലോഗ് എക്സ് എക്സ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അങ്ങനെ ആക്കാനായിട്ട് y ഈക്വൽ ടു ആക്കാനായിട്ട് ഇവിടെ രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുത്തു. y ഈക്വൽ ടു 1 ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. therefore rho ഈക്വൽ ടു 1/3 ഇൻറ്റു 1/3 ഇൻറ്റു y എന്നായിരുന്നില്ലേ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. 1/3 ഈസ് ലെസ് ദാൻ 1. therefore the series converges. സീരീസ് എന്തുവാണ്? കൺവെർജസ് ആണ്. എനിക്ക് റൂട്ട് ടെസ്റ്റിൽ ഏറ്റവും എന്തെങ്കിലും ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലം എന്ന് തോന്നി ആകെ ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെസ്റ്റിനകത്ത് മാക്സിമം നോക്കിയിട്ട് എനിക്ക് എൻ്റെ കണ്ണിൽ കണ്ട എല്ലാതരം പ്രയാസം എന്ന് തോന്നിയതും അല്ലെങ്കിൽ ഡിഫറൻ്റ് ആണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സീരീസ് കൺവെർജസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സീരീസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity k³/3 കൺവെർജസ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇത് റൂട്ട് ടെസ്റ്റ് എന്നല്ല ചോദിച്ചെങ്കിൽ നമ്മൾ എന്തിലായിരിക്കും? റേഷ്യോ ടെസ്റ്റിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന നാളെ UK ഈക്വൽ ടു k³/3 എന്ന് എടുക്കും. UK +1 എന്ന് പറഞ്ഞാൽ k+1^3 എന്നും എടുക്കും. അപ്പം ഈ നേരത്തെ റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK +1/UK എന്ന് പറയുമ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട്, അതായത് നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളെടുത്ത് ചെക്ക് ദ കൺവെർജൻസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും ആദ്യം എന്ത് വരത്തില്ല? റൂട്ട് ടെസ്റ്റ് വരത്തില്ല. നമ്മൾ പോളിനോമിയലും 3k എന്നൊക്കെ പറയുമ്പോൾ ലിമിറ്റ് കമ്പാരിസൺ പറ്റിയില്ല എന്ന് കണ്ടാൽ പിന്നെ അടുത്ത് ഫാക്ടോറിയൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്തായിരിക്കും ആദ്യം യൂസ് ചെയ്യുന്നത്? റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്ത് അതിൻ്റെ ആൻസർ എന്ത് കിട്ടുന്നതാണ് ഈ നോക്കുന്നത്. അപ്പോൾ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ k+1^3k+1 ബൈ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കലല്ലേ എപ്പോഴും വരിക. സോ 3k/k³ എന്ന് എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി എന്നാണ് ആവാൻ പോകുന്നത്. സോ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും പോളിനോമിയലിൽ നിന്ന് ഞാൻ k³ അങ്ങ് പുറത്തേക്ക് എടുത്തു. k പുറത്തേക്ക് എടുക്കുമ്പം k+1^3 ആയതുകൊണ്ട് k³ പുറത്തേക്ക് വന്നു. ബ്രാക്കറ്റിനകത്ത് 1+1/k^3 ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഫ്രണ്ടിലുണ്ട്. ഓക്കെ, ഇൻറ്റു 3k the whole by 3k+1 നിന്ന് ഞാൻ 3k പുറത്തേക്ക് എടുക്കുമ്പം 1+1/3k. ഓക്കെ, ഇൻറ്റു k³. ഇത് നോക്കിക്കേ, k³ ക്യാൻസലായി, 3k ക്യാൻസലായി. റോ ഈക്വൽ ടു എന്തെന്നാ കിട്ടുക? kക്ക് ഇൻഫിനിറ്റിക്ക് എടുക്കുമ്പോൾ റോ ഈക്വൽ ടു 1 എന്ന് കിട്ടും. therefore ടെസ്റ്റ് ഫെയിൽസ് ആണ്. അപ്പം നമുക്കിത് റേഷ്യോ ടെസ്റ്റ് ചെയ്താലും ടെസ്റ്റ് ഫെയിൽ എന്ന് കിട്ടും. നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകും. അതായത് നമ്മൾ നോർമലി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ടെസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പം പവറുള്ള പ്രോബ്ലം, ഈ റൈസ് ടു k ഉള്ള ക്വസ്റ്റ്യൻ കണ്ട എൻ്റെ കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് ഏതിലേക്ക് വരിക? റൂട്ട് ടെസ്റ്റിലേക്ക് വരിക. ന്യൂമറേറ്ററിൽ ആ k³ ഉണ്ടെങ്കിൽ പോലും ഈ പ്രോബ്ലം നമുക്ക് എന്തിൽ ചെയ്താലേ പറ്റത്തുള്ളൂ? റൂട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിൽ ഇത് റേഷ്യോ ടെസ്റ്റിൽ ചെയ്യാം എന്ന് തോന്നിയാൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് ഈ അവസാനത്തെ എക്സ്പ്ലനേഷൻ. അതായത് എക്സാമിന് ഒന്നും പറയാതെ ചെക്ക് ദ കൺവെർജൻസ് എന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആദ്യം റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും ചിലപ്പം വരുന്നത്. പക്ഷേ ഈ 3k ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം റൂട്ട് ടെസ്റ്റ്, എൻ്റെ മനസ്സിൽ ആദ്യം റൂട്ട് ടെസ്റ്റ് വരും. പവറുള്ള പ്രോബ്ലത്തിനെല്ലാം പറ്റുമെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? റൂട്ട് ടെസ്റ്റ് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity 3/3k+1 3ക്ക് പവർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ റൂട്ട് ടെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കരുത്. ഇവിടെ റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി അഡ്വൈസബിൾ. കാരണം ഇവിടെ 3k എന്ന് മാത്രമായിരുന്നു ഞാൻ ചിലപ്പോൾ റൂട്ട് ടെസ്റ്റ് എടുത്തേരെ. 3k+1 എന്നൊക്കെ വന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം. റേഷ്യോ ടെസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് കമ്പാരിസണിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും മെത്തേഡ് ചെയ്താൽ മതി. അപ്പം എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലം ഉണ്ട് അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പോളിനോമിയൽ വരുമ്പോഴാണ് നമ്മളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോളിനോമിയലിൻ്റെ പ്രത്യേകത പറഞ്ഞു, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാളും കുറഞ്ഞിരിക്കുമ്പോൾ മാത്രം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അടുത്ത റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടോറിയൽ വരുമ്പോൾ, ഫാക്ടോറിയലിന് മാത്രമല്ല അല്ലാത്ത കേസിലും റേഷ്യോ ടെസ്റ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഫാക്ടോറിയൽ കണ്ടാൽ അത് എന്തിൽ നിന്ന് എടുക്കും? റേഷ്യോ ടെസ്റ്റാണ് എടുക്കും. അടുത്ത റൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് എപ്പോഴാണ്? റൂട്ട് ടെസ്റ്റ് എടുക്കുന്നത് പവർ വരുമ്പോൾ റൈസ് ടു k എന്നോ kയുടെ ടേമിൽ എന്ത് പവർ വന്നാൽ k², k⁻³ k⁻², റൂട്ട് kയുടെ എന്ത് പവർ വന്നാലും നമ്മളവിടെ റൂട്ട് ടെസ്റ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3 ടെസ്റ്റ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇടയ്ക്കൊരു ടെസ്റ്റ് ബാക്കി വിട്ടിട്ടുണ്ട്, ഡൈവർജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.